ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന ആ ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇനി വരുന്ന എല്ലാ എപ്പിസോഡുകളിലും ഭയങ്കര സെൻറ്റി ആയിട്ടുള്ള ഓരോ ഇമോഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മുടെ പ്രൊമോ കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം വരെയുള്ള, അതായത് ഇന്ന് വരെയുള്ള എപ്പിസോഡ് കണ്ടവർക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ വീഡിയോയ്ക്കൊക്കെ ഒരു ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകല്ലേ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവർദ്ധനും അലീനയും തമ്മിൽ സംസാരിക്കുന്ന സിറ്റുവേഷനാണ്. അതായത് നാളെ വരുന്ന പത്രത്തിൽ, നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ പത്രം, അതുപോലെ സോഷ്യൽ മീഡിയകൾ, മൊബൈൽ ഉൾപ്പെടെ എല്ലാ ഇതിലും ഈ ഒരു കേസും നമ്മുടെ ഫാമിലിയും എല്ലാം അതിൽ വരും. അപ്പോൾ ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അലീന അച്ഛന് ആ ഒരു ഇതും കൂടെ കാഴ്ച കാണേണ്ട ഒരു അവസ്ഥ വരരുതെന്ന് കരുതിയിട്ട് അലീന ബാലചന്ദ്രൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഗോവർദ്ധനം പറയുന്നുണ്ട്, മൊബൈൽ എടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല മോളെ, കാരണം നാളെ പത്രങ്ങളിൽ വരുമ്പോൾ എന്തായാലും ബാലേട്ടൻ കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്കിളെ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റണേ, കാരണം അച്ഛനെ ഈ സിറ്റുവേഷനിൽ ഇനിയും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ടു പോകും. കാര്യം എന്ന് വെച്ചാൽ അച്ഛനെ താങ്ങാവുന്നതിൽ കൂടുതൽ ആ മനുഷ്യൻ്റെ ഹൃദയം പൊട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വക്കീലിനെ കണ്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമ്മുടെ ഗോവർദ്ധനം പറയുന്നുണ്ട്, എന്തായാലും ആ പയ്യൻ്റെ രോഹിത്തിൻ്റെ ഭാവി പോയി. കാര്യം ലോകം മുഴുക്ക അറിയുന്ന രീതിയിൽ ഇത്രയും ഒരു ഒരു റേപ്പ് കേസിൽ പ്രതിയെന്ന് പറയുമ്പോൾ അത് വളരെ ഒരു ഇതായിട്ടുള്ള കുടുംബത്തിൻ്റെ ആ ഒരു പേര് തന്നെ പോവുകയാണ്. ആ പയ്യൻ്റെ ഭാവി, ഇവിടെയുള്ള പെൺകുട്ടികളുടെ ഭാവി ഒക്കെ ഇതാവണം. ഇനി നാളെ പത്രത്തിൽ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ഏതെല്ലാം രീതിയിലാണ് പ്രതികരിക്കണമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇനി ആൾക്കാർ ഏത് രീതിയിൽ ആക്രമിക്കുമോ ആക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഇതെല്ലാം കേട്ടിട്ട് അലീനയ്ക്ക് എന്തോ പോലെയൊക്കെ ഒരു പേടിയും ഭയവും തോന്നല. അങ്കിളെ, ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് മറ്റാരും ഇല്ല, അപ്പോൾ എല്ലാ കാര്യത്തിനും അങ്കിള് വേണ്ടുന്ന പോലെ തന്നെ ചെയ്യണമെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അച്ഛൻ്റെ കാര്യം എന്തായാലും സേഫായിട്ട് നോക്കിയേ പറ്റൂ, കാര്യം അച്ഛനെ ഇനി ഒരു സങ്കടം കൂടെ താങ്ങാനുള്ള ശേഷി ആ മനുഷ്യന് ഇല്ല എന്നിങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവർദ്ധനം പറയുന്നുണ്ട്, നമുക്കെന്തായാലും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ചെയ്യാം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും രോഹിത് അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ എന്ന് കരഞ്ഞ് പറയുന്നുണ്ട്. അവൻ അപ്പോൾ തെറ്റ് ചെയ്തില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് തോന്നുന്നു അങ്കിളേന്ന് അലീന പറയുന്നുണ്ട്. അപ്പം ഗോവർദ്ധനം പറയുന്നുണ്ട്, അത് അച്ഛൻ്റെ മുന്നിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തെറ്റ് ചെയ്തില്ല എന്നല്ലേ ആദ്യം ആരും പറയുള്ളൂ, അതായിരിക്കാമെന്ന് പറയുന്നു. അല്ല അങ്കിളെ, എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവൻ അവിടെ അതിൽ പെട്ടിട്ടുണ്ടാവും, പക്ഷെ അവൻ തെറ്റായിട്ട് ചെയ്തില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് അലീന പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, നല്ലൊരു വക്കീലിനെ കണ്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനം താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ബബിതയും കൃഷ്ണമോളും താഴെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ഗോവർദ്ധനെ കണ്ടുകൊണ്ട് ബബിത ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങളെ ഞങ്ങളുടെ അടുത്ത് മാത്രം പറയാത്ത, ഞങ്ങൾ അച്ഛൻ്റെ മക്കളല്ലേ, അലീനയുടെ അടുത്ത് മാത്രം പറയാനായിട്ട് എന്ത് കാര്യമാണ്? അപ്പോൾ പറഞ്ഞാൽ അതെ, ഇങ്ങോട്ട് വലിയ കാര്യങ്ങളൊന്നും നീ തിരക്കണ്ട, ഇപ്പോഴത്തെ കുടുംബത്തിൻ്റെ അവസ്ഥയും സാഹചര്യങ്ങളും അനുസരിച്ച് പെരുമാറാൻ പഠിക്കുക, അല്ലെങ്കിൽ ആ രീതിക്ക് നിൽക്കുക, പറയുന്ന പോലെ കാര്യങ്ങളാക്കി. ഇപ്പോൾ കാര്യങ്ങൾ ആലോചിക്കാനും ചെയ്യാനും നിൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് അലീനയും ഞാനും ചെയ്യുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് അവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 2-3 ദിവസത്തേക്ക് നിങ്ങൾ കോളേജിലും സ്കൂളിലും പോകണ്ടെന്നും പറയുന്നുണ്ട്, കാരണം ആൾക്കാർ എങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ബബിതയ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ബബിത അലീന മേളിൽ നിൽപ്പുണ്ട്, അലീനയുടെ മേളിലോട്ട് നോക്കുകയാണ് കേട്ടോ, എന്നിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അലീന രോഹിത്തിൻ്റെ റൂമിൽ നിന്ന് കുറച്ച് CD-യും പെൻഡ്രൈവും ഒക്കെ കിട്ടിയല്ലോ, അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. കാര്യം പോലീസ് എങ്ങാനും തെളിവെടുപ്പിനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമോ. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ മാറ്റണമെന്ന് കരുതി അലീന അത് ഒളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഗോവർദ്ധനം പോയതിൻ്റെ പിന്നാലെ. എന്നിട്ട് അലീന താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ബബിത ഒരു അഹങ്കാരത്തോടെ, നീ വലിയ ആളാണെന്നൊന്നും വിചാരിക്കണ്ട, നിനക്കൊരു പുല്ല് വില പോലും ഞാൻ നിനക്ക് തരാറില്ല. അതെ, നീ എനിക്ക് എന്ത് വില തന്നാലും ഇല്ലെങ്കിലും എനിക്കിപ്പോൾ അതൊന്നും വലിയ വിഷയമുള്ള കേസൊന്നും അല്ല. ഇനി നീ ഇതൊന്നും അല്ല, നിനക്ക് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, നിൻ്റെ പോക്കും വരവും കാര്യങ്ങളുമൊക്കെ നീ ഇനി പഠിക്കാൻ കിടക്കണേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറം നീ നേരിടേണ്ടി വരും. ആ സമയത്ത് നീ എൻ്റെ സഹായം നീ ചോദിച്ചു വരും, എൻ്റെ പട്ടി വരും എന്നുള്ള രീതിയിൽ ബബിത അലീനനെ ഒരു ആട്ടുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു സംസാരവും കാര്യങ്ങളും. അപ്പോൾ കൃഷ്ണമോൾ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, അലീന ബബിതേച്ചിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ബബിതേച്ചി പഠിക്കാൻ ഇരിക്കണേ ഉള്ളൂ,
ബബിതേച്ചി ഈ സമയത്തെങ്കിലും ഒന്ന് അടങ്ങി നിൽക്കുക. അലീന ചേച്ചി മുതിർന്ന ആളല്ലേ, ആ ചേച്ചിയുടെ ഒരു ഇതെങ്കിലും കൊടുക്കുക. അലീന ചേച്ചിയും ഗോവർദ്ധനെങ്കിലും മഞ്ഞുചേട്ടനും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ. ബബിതേച്ചി ഒന്ന് അടങ്ങി നിൽക്കാവോ എന്നും പറഞ്ഞ് കൃഷ്ണമോളും ബബിതേരെ നേരെ തിരിയാണ്. അപ്പോഴേക്കും ബബിത അവിടെ നിന്ന് അവരുടെ അടുത്ത് ഒച്ചയെടുത്തിട്ട് പോയി നേരെ കാമുകനെ വിളിക്കണം. അവൾക്ക് ഇപ്പം കാമുകൻ ലോകം മാത്രമാണല്ലോ ഉള്ളത്, എല്ലാ കാര്യങ്ങളും പറയും. എന്ന് വെച്ചാൽ അവൻ ഇപ്പം തന്നെ അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്തോളൂ. തൻ്റെ കുടുംബത്തിന് എന്ത് പേര് ദോഷം വന്നിരുന്നാലും കുഴപ്പമില്ല, തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല ഒന്നാന്തരം ഒരു കാമുകനുണ്ടെന്നുള്ള ഭാവത്തിലാണ് ബബിത. കാണാൻ വലിപ്പിച്ചിട്ട് പോണ രംഗങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അങ്ങനെ അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്ന സീനും കാര്യങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മനു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണേ. ശിവശങ്കരൻ ഒരു വശത്ത് വിളിക്കണോ, ജാമ്യത്തിന് വല്ല വകുപ്പുണ്ടോടാന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ജാമ്യം പോയിട്ട് പുറം ലോകം പോലും കാണിക്കാൻ പറ്റൂല, ആ സിറ്റുവേഷനാണ്. അവനൊന്ന് കാണാൻ പോലും നമുക്ക് പറ്റില്ല എന്നിങ്ങനെ മനു പറയാണ്. മനുവും കമല ആകെ ടെൻഷനാണ്. അപ്പോൾ നാളെ പത്രത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ വീട് പൂട്ടിയിട്ടേക്കണം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിൽ കൈതക്കൽ മാളിക വീട്ടിൽ ആ തറവാട്ടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ആൾക്കാർ ഈ വാർത്തയൊക്കെ അറിഞ്ഞിട്ട് വന്ന് കൂടി എല്ലാവരും നിൽക്കണം കേട്ടോ. ഇറക്കി വിടുക ആ പെണ്ണുപിടിയനെ. ഒരു പ്രായപൂർത്തി പോലും ആകാത്ത ഒരു പെങ്കൊച്ചിനെ അവൻ കൊണ്ടുപോയി അവൻ സ്നേഹിച്ച് വളച്ചെടുത്ത് അവനും കൂട്ടുകാരും കൂടെ പിച്ചി ചീന്തി ഇറക്കി വിടും. വലിയ പണമുള്ള ആൾക്കാർ, എന്ത് കുടുംബമാഹാത്മ്യ എന്നൊക്കെ പറഞ്ഞ് ഒച്ചയും ബഹളവും ഗേറ്റിലിട്ട് അടിക്കുകയാണ്. ഇത് കണ്ട് കമല ചെന്ന് ജനലിൽ കൂടെ നോക്കിയപ്പം ഉള്ള ജനം മൊത്തം ഉണ്ട് കേട്ടോ. കമല ആകെ പേടിച്ച് കുറച്ച് ഓടി മനുവിൻ്റെ അടുത്ത് ചെല്ലണേടാ, ഇത് നമ്മുടെ ഗേറ്റിൻ്റെ മുന്നിൽ വേണ്ട ആൾക്കാർ കൂടി, ആ കൂടും ഇതുമല്ല ഇനി പുറം ലോകം നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാരാവോ, മോൻ്റെ മാഹാത്മ്യമാണ് ഒന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറയുന്നുണ്ട്. എടാ എന്തെങ്കിലും ചെയ്യടാ, അവർ വീട് ആക്രമിക്കൂടാ, ഞാനൊന്നും ചെയ്യില്ല, അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറയാം. എടാ പോലീസിനെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യുക. അവസാനം കമല പറഞ്ഞ് മനു പോലീസിനെ വിളിക്കുകയാണ്. അങ്ങനെ പോലീസ് വന്ന് അവരെ അവിടെ നിന്ന് മാറ്റി ക്ലിയർ ചെയ്തൊക്കെ ഇടുകയാണ്. അപ്പോൾ ശിവശങ്കരൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ വിളിച്ച് അറിയുന്നുണ്ട്. അങ്ങനെ ശിവശങ്കരനും രാജീവും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടാ ഇത്രയും ഒരു ഇതൊക്കെ ഇവനൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റണു, ഇവനൊക്കെ ഒരു ഇത് വേണ്ടേ, പഠിക്കുന്ന പ്രായവും പക്വതയും ഇല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്താ ചെയ്യണം. അപ്പോൾ ശിവശങ്കരൻ പറയണം, എടാ എന്തെങ്കിലും ചെയ്യണം, നല്ലൊരു വക്കീലിനെ കണ്ട് നമുക്ക് വേണ്ടുന്ന പോലെ ചെയ്യണം, അല്ലെങ്കിൽ പിള്ളേരെ ഭാവി, കാര്യം രോഹിത്തും ഉണ്ട് ഹരിയുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. പിന്നെ ബാലേന്ദ്രനാണെങ്കിൽ ഹോസ്പിറ്റലിലും ആണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഞാൻ എനിക്കറിയാവുന്നവരെയൊക്കെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് നമുക്ക് വേണ്ടുന്ന പോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാജീവ് അവിടെയുള്ള പോലീസിലുള്ള ആരെയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ വിളിച്ച് കിട്ടുന്ന റിപ്പോർട്ടെന്ന് പറയണത് ഒന്ന് കേൾക്കാൻ പോലും പറ്റാത്ത രീതിക്കുള്ള അത്രയും വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. കാര്യം അങ്ങനത്തെ ഒരു കെണിയിലാണ് യവന്മാർ ചെന്ന് പെട്ടിക്കണത്. ഒന്ന് തല ഊരാൻ പോലും പറ്റൂല എന്നുള്ളത് രാജീവിന് മനസ്സിലായി. അങ്ങനെ രാജീവ് ശിവശങ്കരനെ വിളിച്ച് പറയുന്നുണ്ട്, ചേട്ടാ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ഇത് വളരെ ഡേഞ്ചറായിട്ട്, നമ്മളിതിൽ ചെന്നാൽ നമ്മളും കൂടെ അതിൽ പെടുന്ന മട്ടാണ്, അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഏതെങ്കിലും നല്ല ഒരു വക്കീലിനെ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ശിവശങ്കരൻ്റെ അടുത്ത് രാജീവും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് അലീനയാണ്. അലീന ഈ പിറ്റേന്ന് രാവിലെ പത്രത്തിലും ഇതിലുമൊക്കെ ന്യൂസ് ഇങ്ങനെ വന്നുവല്ലോ. അപ്പോൾ അലീന പേടിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യും, വീട്ടിലാരെങ്കിലും ആക്രമിച്ച് വരുമോ. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ്റെ ഫോണ് അലീനയുടെ കയ്യിലാണല്ലോ. അപ്പോൾ അലീന നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. കാര്യം ബാലചന്ദ്രൻ ഇത് അറിഞ്ഞിട്ട് തൻ്റെ മകനാണോ എന്നുള്ള രീതിയിലൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് സഹിക്കാൻ പറ്റണ്ടായപ്പോൾ അലീന ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വൈജയന്തി ഈ പുറത്ത് നടക്കുന്ന സംഭവങ്ങളും പത്രത്തിൽ പറഞ്ഞൊന്നും അറിയാണ്ട് മലനങ്ങ് കിടക്കുകയാണ്. ഒന്നും അറിയണ്ടല്ലോ, മക്കളെ ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരാ, മക്കളെ വളർത്താനും കൂടെ കഴിയണം തള്ളമാർക്ക്. അങ്ങനെ കിടക്കണം. അപ്പോൾ അതിലൊരു നേഴ്സ് വൈജയന്തി കിടക്കുന്ന റൂമിലോട്ട് കയറി ചെന്നതാണ്. അപ്പോൾ പറഞ്ഞു, മേഡം നിങ്ങളുടെ വീട്ടുപേര് ഇന്നതല്ലേ, നിങ്ങളുടെ മകനാണോ രോഹിത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേന്ന് പറയുമ്പോൾ വൈജയ് പറയാം അതേന്ന് പറയാം. അതെ, നിങ്ങളുടെ മോനാണല്ലേ, ഒരു പ്രായം തികയാത്ത ഒരു പെങ്കൊച്ചിനെ നിങ്ങളുടെ കുടുംബക്കാരിൽപ്പെട്ട ഒരുത്തിനും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കൂടെ ചേർന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ വലിച്ച് പിച്ച് ചീന്തി ഇതേ പത്രത്തിലുണ്ടെന്ന് പറയും, നിങ്ങളുടെ വീട്ടുപേര് ഇന്ന, അതെൻ്റെ മോനൊന്നുമല്ല, അതങ്ങനെ തെറ്റി വന്നിരിക്കുമെന്ന് വൈജ പറയുന്നത്. പിന്നെ തെറ്റി വന്നു, പത്രത്തിൽ വെണ്ടക്കണൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ നേഴ്സ് അങ്ങ് പോവുകയാണ്. വൈജയ്ക്ക് കേട്ടിട്ട് അങ്ങോട്ട് എന്തൊക്കെ പോലെയാണ്, കണ്ണിൽ ഇരുട്ട് കയറാണോ എന്താണ് സംഭവിക്കണേന്ന് ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ വൈജ ആകെ ടെൻഷൻ അടിക്കുകയാണ്. കാരണം ഈ ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഇങ്ങനെ ശവം പോലെ കിടക്കുകയാണല്ലോ, തൻ്റെ മക്കളുടെ അവസ്ഥ, മോൻ്റെ അവസ്ഥ, അവരൊരു മോനാണ് ഉള്ളത്, അതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ
ഇടയിൽ കമല മനുവിൻ്റെ അടുത്ത് തട്ടിക്കയറി ഇതിനെല്ലാം കാരണം ആ ഒരുമ്പെട്ടവൾ ഈ കുടുംബത്തിൽ വന്നതിൻ്റെ ശാപമാണെന്നും പറഞ്ഞ് അലീനനെ കുറ്റപ്പെടുത്തേനെ. അപ്പം മനു അങ്ങോട്ട് കൊടുക്കുകയാണ്, നല്ല ഡോസ് അങ്ങ് കൊടുക്കുകയാണ്. അമ്മ ഇത്രയായിട്ടും അമ്മ പഠിക്കില്ല. അമ്മ ഒരു മോനെ ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് ഇറങ്ങാത്ത രീതിയിൽ അഴിഞ്ഞാടി നടന്നിട്ടും കുറ്റം വല്ല പെൺകുട്ടിയൊക്കെയാണ്. അമ്മ പഠിക്കാൻ കിടക്കില്ല. അമ്മേനെ സമ്മതിക്കണം. എന്ത് വിഷം അമ്മയുടെ ഉള്ളിലെന്നൊക്കെ ചോദിച്ച് മനു ഷൗട്ട് ചെയ്യുന്നുണ്ട്. മനുവിന് ആകെ ഭ്രാന്ത് പിടിക്കുകയാണ്. കാരണം വെച്ചാൽ ഇതിന് ഒരു സ്കോപ്പില്ല, ഇവരെ രക്ഷിക്കാനെന്ന് വെച്ചാൽ ഒരു സ്കോപ്പും ഇല്ല. പക്ഷെ അലീന രണ്ടും കൽപ്പിച്ചാണ്. കാര്യം ആ രോഹിത്തിൻ്റെ വായിൽ നിന്ന് കേട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള അവൻ്റെ ആ കണ്ണീരോടെയുള്ള ആ വാക്ക് അലീനയുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ ഇവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പോൾ ഹരിക്കൊന്നും യാതൊരു കുലുക്കമില്ല. കാര്യം എന്തായാലും താൻ ചെയ്തു, അകപ്പെട്ടു, ഇനിയിപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ രോഹിത് അങ്ങനെയല്ല. സാറേ ഞാൻ അവിടെ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ മദ്യപിച്ചു, ഞാൻ ശരിയാണ്, പക്ഷേ ഞാൻ ഒരു തെറ്റും ആ കുട്ടിയെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തൊഴുത് കരഞ്ഞ് പറയുകയാണ്. പക്ഷേ അതൊന്നും പോലീസുകാർ വക വയ്ക്കുമോ? അവർ പറയണത് എന്നാന്ന് വെച്ചാൽ എന്തായാലും നീ അവിടെ പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നീ ഒന്നും ചെയ്യില്ലെന്ന് പറയാൻ നീ അത്ര വലിയ പുണ്യാളനൊന്നും അല്ല എന്ന് പറഞ്ഞ് പോലീസുകാർ ആരും വിശ്വസിക്കൂല അതൊന്നും. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ അലീന രോഹിത്തിന് വേണ്ടിയിട്ട് അലീന രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്ന ഒരു രംഗമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇനി ഈ സത്യങ്ങളൊക്കെ ഇനി എങ്ങനെ തെളിയിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അലീന ആലോചിക്കുന്നത്. ഇനി ആ പെൺകുട്ടി ശരണിയെ പോയി കണ്ട് അതിൽ ആ കുട്ടി തന്നെ രോഹിത് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ തെളിയിപ്പിച്ചെടുക്കാനും നല്ലൊരു വക്കീലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം തയ്യാറാവുന്ന സിറ്റുവേഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ ഓരോ എപ്പിസോഡിൻ്റെയും പ്രൊമോ അതാത് ദിവസങ്ങളിൽ തലേദിവസം രാത്രി 9 മണിക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ മുത്തുമണീസേ.